കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞെ. ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവിന്റെ ചെറുകഥയുടെ ആശയം. ആനിമൽ പ്ലാനറ്റിൽ രണ്ട് സിംഹങ്ങൾ ചേർന്ന് ഒരു കാട്ടുപോത്തിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ കഥാകൃത്ത് തന്റെ നാടായ പള്ളിക്കുന്നിനെയാണ് ഓർത്തത്. കുന്നിന്റെ ചെരുവിലാണ് കഥാകൃത്തിന്റെ വീട്. കുന്നിനെ മണ്ണുമാന്തി യന്ത്രം വന്ന് ആക്രമിച്ച് ഇല്ലാതായി തുടങ്ങി. ഒരിക്കൽ തൃശൂരിലെ താമസ സ്ഥലത്തു നിന്ന് വീട്ടിലെത്തിയപ്പോൾ പതിവില്ലാതെ അടുക്കളവാതിലിൽ ദുഃഖിച്ചിരിക്കുന്ന ഉമ്മയെയാണ് കണ്ടത്. കാര്യമന്വേഷിച്ചപ്പോൾ ഉമ്മാക്ക് നൊസ്സാണ് എന്ന് പറഞ്ഞ് മൂത്ത ഇത്ത ഈർഷ്യയോടെ അകത്തേക്ക് പോയി. കുന്നിന്റെ പള്ളയിലേക്ക് ദീനമായി നോക്കിക്കൊണ്ട് ഉമ്മ കാര്യം പറഞ്ഞു. ഉമ്മാന്റെ കോഴികളെയെല്ലാം കുറുക്കൻ പിടിച്ചിരിക്കുന്നു. ഇനി കൂടുമാത്രം ബാക്കിയുണ്ട്. ഇനി വീടിനൊരു വൃത്തിയും വെടുപ്പും ഉണ്ടാകുമല്ലോ എന്ന് കഥാനായകൻ പറഞ്ഞപ്പോൾ ഉമ്മ ദേഷ്യത്തോടെ പ്രതികരിച്ചു. മുട്ട തിന്നുമാത്രം പരിചയമുള്ള നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ 2 രൂപ കൊടുത്താൽ കടയിൽ നിന്ന് മുട്ട കിട്ടുമെന്ന് പറഞ്ഞ് ഉമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഉമ്മായ്ക്ക് ഒരു മുട്ടയെന്ന് പറഞ്ഞാൽ 2 രൂപയല്ല എന്ന് മകനോട് പറയുന്നു. അന്ന് ഉമ്മ ജലപാനം ചെയ്യാതെ കോഴിയെ ഓർത്ത് അതിന്റെ മഹിമകൾ വർണ്ണിച്ച് ഉറങ്ങാതെ കിടന്നു. ഉമ്മ പണ്ടുമുതലേ കോഴികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്നു. ബിസിനസ് റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വരുന്നവരിൽ നിന്ന് വിലപേശി സാധനങ്ങൾ വാങ്ങുന്നതിൽ ഉമ്മയ്ക്ക് അസാധാരണ മിടുക്കായിരുന്നു. ഒരു സാധനത്തിന് വാങ്ങുന്നവരാണ് വിലയിടേണ്ടത്, അല്ലാതെ കമ്പനിയല്ല എന്നതായിരുന്നു ഉമ്മയുടെ അഭിപ്രായം. അങ്ങനെ വരുന്നവരെ വാക്കുകൊണ്ട് തോൽപ്പിച്ച് ഉമ്മ പറഞ്ഞ തുകയ്ക്ക് സാധനം വാങ്ങും. പക്ഷേ കച്ചവടക്കാരിലെ മനുഷ്യനോട് ഉമ്മ പ്രിയം കാണിക്കും. സകല വിവരങ്ങളും ചോദിച്ച് ചായയും സമ്മാനവും നൽകി സൽക്കരിക്കും. അയൽപ്പക്കത്തെ കരുനാക്ക് നബീസ വന്നാൽ ഉമ്മയ്ക്ക് ഭയമാണ്. കോഴികളെയെല്ലാം വേഗം കൂട്ടിനകത്താക്കും. തന്റെ മക്കൾ ബോട്ടപകടത്തിൽ മരിച്ചത് കരുനാക്ക് നബീസയുടെ കണ്ണേറുകൊണ്ടാണെന്ന് ഉമ്മ വിശ്വസിക്കുന്നു. ഒരിക്കൽ കരീം എന്ന കാർപ്പറ്റ് കച്ചവടക്കാരൻ തന്റെ മകനായ കഥാകാരനെ കുറിച്ച് ഉമ്മായോട് ചോദിച്ചു. പത്രത്തിലൊക്കെ മകന്റെ ഫോട്ടോ കാണുമ്പോൾ സന്തോഷം തോന്നാറില്ലേ എന്ന് ഉമ്മായോട് ചോദിക്കുമ്പോൾ നാട് കേളിയും വീട് പട്ടിണിയും എന്ന് കേട്ടിട്ടില്ലേ, ഫോട്ടോ കാണിച്ചാൽ അത് കിട്ടുമോ മോനെ എന്ന് ഉമ്മ മറുചോദ്യം ചോദിക്കുന്നു. മകന്റെ കഥാപുസ്തകം കോളേജിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കരീം പറഞ്ഞപ്പോൾ ഒരു തെങ്ങിലുകൂടി കയറാൻ അറിയാത്തവൻ കുട്ടികളെ എന്തു പഠിപ്പിക്കാനാ എന്ന് ഉമ്മ ചോദിക്കുന്നു. ഒരിക്കൽ കരീം കൊടുത്ത കോഴികളെ കണ്ട് അവ മെഷീൻ കോഴികളാണെന്ന് ഉമ്മ പറഞ്ഞു. ദുനിയാവിനോട് മുഴുവൻ ഒരു പുച്ഛമുള്ള അവയ്ക്ക് അശ്രദ്ധമായ കഴുത്തുവെട്ടിക്കലും നടത്തവുമാണെന്ന് ഉമ്മ പറയുന്നു. പാണ്ടികളിൽ നിന്ന് ഉമ്മ വാങ്ങുന്ന കോഴികളെയെല്ലാം ഉമ്മ മക്കളെ പോലെ വാത്സല്യപൂർവ്വം പരിചരിക്കും. ദിവസങ്ങൾ ചെല്ലുന്തോറും ഉമ്മയുടെ സകല ശ്രദ്ധകളെയും തോൽപ്പിച്ച് അവ കാക്കകളുടെയും കീരിയുടെയും ഒടുവിൽ കുറുക്കന്റെയും വായിലേക്ക് ഒടുങ്ങും. കഥാനായകന്റെ മക്കളെ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞാണ് ഉമ്മ ഒരിക്കൽ തൃശൂരിലുള്ള അയാളുടെ വീട്ടിലെത്തുന്നത്. അയൽപ്പക്കങ്ങളിൽ കയറിയിറങ്ങി നാടൻ കോഴികളെ കുറിച്ച് തിരക്കലായിരുന്നു ലക്ഷ്യം. പിന്നീടൊരിക്കൽ അവിടെ നിന്നും മടങ്ങുമ്പോൾ ഉമ്മയുടെ കൈവശമുള്ള കാർട്ടൺ പെട്ടിയിൽ കോഴികളാണെന്നറിഞ്ഞ് 250 കിലോമീറ്റർ ഇവയെയും കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യും എന്ന് ചോദിച്ച് കഥാകൃത്ത് ഉമ്മയോട് കോപിക്കുന്നു. എങ്കിലും ഉമ്മായോട് ദയ തോന്നി പെട്ടി അയാൾ തട്ടി വാങ്ങിക്കുന്നു. ബസിന്റെ സീറ്റിനടിയിലുള്ള കോഴിപ്പെട്ടി അയാളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിയത്. ബസ് ഓരോ ഹമ്പ് ചാടുമ്പോഴും കോഴി കൊക്കരിച്ച് ബഹളം വെച്ചു. ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അയാൾ ഇരുന്നു. പക്ഷേ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാവുന്ന കള്ളനെ പോലെയായിരുന്നു അയാൾ ഇരുന്നത്. വഴിയിൽ നിന്ന് കയറി അരികിൽ വന്നിരുന്ന തന്റെ സുഹൃത്തായ ഗവേഷണ വിദ്യാർത്ഥിയോട് നേരാവണ്ണം സംസാരിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. കോഴികൾ അലമുറയിടുമ്പോൾ ഓരോ ഹമ്പും തന്റെ അഭിമാനത്തിന്റെ നെഞ്ചത്ത് വന്നടിക്കുന്ന പോലെ കഥാകൃത്തിന് തോന്നി. കിലോമീറ്ററുകളുടെ യാത്രയ്ക്ക് ശേഷം ക്ഷീണത്തോടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ ഉമ്മായോട് എന്തിന്റെ നൊസാണ് ഉമ്മ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നു. ഇവിടെ കിട്ടുന്നതെല്ലാം മെഷീൻ കോഴികളാണെന്നും നാടൻ കോഴികൾക്ക് ശത്രുക്കളെ തിരിച്ചറിയാനാവൂ എന്നും ഉമ്മ പറയുന്നു. കോഴികളെ പെട്ടിയിൽ നിന്നിറക്കിയ ഉമ്മ അവയെ വാത്സല്യപൂർവ്വം തലോടിക്കൊണ്ട് അഭിമാനത്തോടെ താൻ ഈ കോഴികളിൽ നിന്ന് 10-25 എണ്ണത്തെ വിരിയിച്ചുണ്ടാക്കുമെന്ന ആ വലിയ സ്വപ്നം പറഞ്ഞു. മെഷീൻ കോഴികൾക്ക് കാണാനുള്ള ഭംഗിയേ ഉള്ളൂ, നാടൻ കോഴികൾ അങ്ങനെയല്ല. അത് അടയിരിക്കുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം പറഞ്ഞുകൊടുക്കുന്നുണ്ടെന്നാണ് നിന്റെ വിചാരം എന്ന് പറയുന്ന ഉമ്മ പെട്ടെന്ന് എന്തോ മറന്നു നഷ്ടപ്പെട്ടതുപോലെ സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത വിധം എന്റെ മക്കളെ ഞാൻ നീന്തല് പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്നു. ചോദ്യോത്തരങ്ങൾ. കക്ഷിന്റെ കഥകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാണ്. ഞാൻ മൂപ്പരുടെ ആരാധകനാണ്. ആരുടെ വാക്കുകളാണിവ? കരീം എന്ന കാർപ്പറ്റ് കച്ചവടക്കാരന്റെ. കക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവ്. പേപ്പറിലെ മൂപ്പരുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഉമ്മാക്ക് സന്തോഷം തോന്നില്ലേ? ആരുടെ വാക്കുകളാണിവ? കരീം എന്ന കാർപ്പറ്റ് കച്ചവടക്കാരന്റെ. ലവ് മാരേജാ? ഓള് ക്രിസ്ത്യാനി, ഞാൻ ഹിന്ദു.
ഒരു മോള്. ആരുടെ വാക്കുകൾ? ഇലക്ട്രോണിക്സ് കച്ചവടക്കാരന്റെ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. കാലം കുറച്ചായി ഈ പണിയാ. വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടല്ല ജീവിക്കണ്ടേ. ആരുടെ വാക്കുകൾ? ഇലക്ട്രോണിക്സ് കച്ചവടക്കാരന്റെ. ചങ്ങരംകുളത്ത് നിന്ന് കയറിയവരിൽ ഒരാൾ എന്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു. ഒരാളലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. പരിചയക്കാരനാണ്. തിരിച്ചറിഞ്ഞ പരിചയക്കാരൻ ആരാണ്? ഗവേഷണ വിദ്യാർത്ഥി. ഈ പാഠഭാഗം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ചെറുകഥ. ഉമ്മാക്ക് നൊസ്സാണ്. അവൾ ഈർഷ്യയോടെ അകത്തേക്ക് പൊയ്ക്കളഞ്ഞു. ആരാണ് ഈ ഈർഷ്യ പ്രകടിപ്പിച്ചത്? ഇത്ത. കഥാകാരനായ മകനെക്കുറിച്ച് ഉമ്മയോട് അന്വേഷിച്ചതാരാണ്? കാർപ്പറ്റ് കച്ചവടക്കാരനായ കരീം. റബ്ബാണ്, ഞാൻ കോഴിപ്പെട്ടി തൊടൂല. ആരുടെ വാക്കുകൾ? കഥാകൃത്തിന്റെ. ഇസ്തിരിപ്പെട്ടി നിഷ്കരുണം വിലപേശി വാങ്ങിയ കച്ചവടക്കാരന് 200 രൂപ വെറുതെ കൊടുക്കുന്നു. ഇതിൽ നിന്ന് ഉമ്മായുടെ മനോഭാവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാകുന്നത്? തനിക്ക് ആവശ്യമുള്ളത് ന്യായവിലയ്ക്ക് കിട്ടണം എന്ന നിർബന്ധം ഉമ്മയ്ക്കുണ്ട്. ആരാലും താൻ കബളിപ്പിക്കപ്പെടാൻ ഉമ്മ അനുവദിക്കില്ല. തനിക്ക് വേണ്ടത് കണക്കു പറഞ്ഞു വാങ്ങുമ്പോഴും മറ്റുള്ളവരുടെ ജീവിത ദുഃഖങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഉമ്മയുടെ മനുഷ്യത്വം ഗ്രാമീണതയുടെ വിശുദ്ധിയും ചൈതന്യവും നിറഞ്ഞതാണ്. നാടു കേളിയും വീടു പട്ടിണിയും എന്ന് കേട്ടിട്ടില്ലേ? ഉമ്മയുടെ ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വീടിനെ ശ്രദ്ധിക്കാൻ സമയം കാണില്ല എന്നാണ് ഉമ്മ അർത്ഥമാക്കുന്നത്. എഴുത്തുകാരനായ മകനെ നാട് മുഴുവൻ അറിയും. അതുകൊണ്ട് വീടിന് ഉപകാരമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഉമ്മയുടെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. മെഷീൻ കോഴികളെ കുറിച്ച് ഉമ്മ എന്താണ് കരീമിനോട് പറഞ്ഞത്? മെഷീൻ കോഴികൾക്ക് ഈ ദുനിയാവിനോട് മുഴുവൻ ഒരു പുച്ഛമാണ്. തനിക്ക് അറിയാത്തതായി ഒന്നുമില്ലെന്ന തോന്നലാണ് അവയ്ക്ക്. അശ്രദ്ധമായ കഴുത്തുവെട്ടിക്കലും നടക്കലും കുതിക്കലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇതാണ് മെഷീൻ കോഴികളെ കുറിച്ച് ഉമ്മ കരീമിനോട് പറഞ്ഞത്.